നമ്മുടെ സൗഖ്യത്തിനായി ദൈവം വച്ചിരിക്കുന്ന വളരെ പ്രത്യേകമായ അഥവാ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വഴിയാണ് പുറപ്പാട് 23-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ അത്ഭുതകരമായ വിധത്തിൽ സൂപ്പർ നാച്ചുറലായി സൗഖ്യമാക്കും. അങ്ങനെ ആവശ്യം വന്നാൽ അഥവാ അങ്ങനെ ആവശ്യമുള്ളിടത്തെല്ലാം അങ്ങനെ ദൈവം സൗഖ്യമാക്കും. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ ആരോഗ്യത്തോടും സമൃദ്ധിയായ ജീവനിലും ജീവിക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന ഒരു വഴിയാണ് ഇവിടെ കാണുന്നത്. ഇതും നാച്ചുറൽ മാത്രമല്ല, നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ബോത്ത് രണ്ടും കൂടെ ചേർന്നാണ്. അതിങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവിൻ. അതാണ് ഒരു കണ്ടീഷൻ. ദൈവത്തെ തന്നെ സേവിക്കുവിൻ, അന്യ ദൈവങ്ങളെ സേവിക്കാൻ തിരിയരുത്. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാവുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. കണ്ടോ, ദൈവത്തിൻ്റെ പദ്ധതി അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്, നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്. അത് രോഗത്തിനുള്ള കൊടും രോഗവും ബാധയും പിടിച്ച് മരിക്കാനുള്ള പദ്ധതിയല്ല. അത് സൗഖ്യവും ക്ഷേമവും ആരോഗ്യവും നൽകുന്ന പദ്ധതിയാണ്. അതിനുള്ള വഴിയാണ് നീ നിൻ്റെ ദൈവമായ യഹോവയെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുക, സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. അപ്പോൾ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ആരോഗ്യം അതുവഴി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നമ്മുടെ രോഗങ്ങളെ മാറ്റുവാനും ആരോഗ്യം പ്രാപിക്കുവാനുമുള്ള ദൈവം വച്ചിരിക്കുന്ന വഴിയാണ് ശരിയായ ഭക്ഷണവും വെള്ളവും. നമ്മൾ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെയും ദൈവം അനുഗ്രഹിച്ചിട്ട് അത് നമുക്ക് ആരോഗ്യമായി തീരുക, സൗഖ്യമായി തീരുകയും ചെയ്യുന്നു. അഥവാ നമ്മുടെ ഭക്ഷണത്തിൽ ശരിയായ ഭക്ഷണത്തിലൂടെയും അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ ദൈവാനുഗ്രഹത്തോടെ ഭക്ഷിക്കുമ്പോൾ അത് ശരീരത്തിന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം പച്ചവെള്ളത്തെ ദൈവമായി അനുഗ്രഹിച്ചപ്പോൾ അത് വീഞ്ഞായി മാറിയത് പോലെ വെറും വെള്ളമാണെങ്കിലും ദൈവം അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം അവിടെ എവിടെയാണ് കുഴപ്പമെന്ന്. ആ വെറും വെള്ളത്തെ ആ രോഗത്തിന് വേണ്ട ഔഷധമാക്കി മാറ്റി ദൈവം നമ്മളെ സൗഖ്യമാക്കും. അതുപോലെ നമുക്ക് ദൈവം കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് ഹീ ഈസ് എ വണ്ടർഫുൾ കൗൺസിലർ, അത്ഭുതവാനായ ഉപദേഷ്ടാവെന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്താണെന്നും ദൈവമാണ് ഈ പ്രകൃതിയിൽ ഈ ഔഷധങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഔഷധത്തെയും ദൈവം നമുക്ക് തിരിച്ചറിഞ്ഞ് കാണിച്ചു തന്ന് അത് കഴിക്കാൻ വേണ്ട ബുദ്ധി ഉപദേശിക്കും. ഏതാണ് ശരീരത്തിന് വേണ്ട ആഹാരം ഏറ്റവും നല്ലതെന്ന് ദൈവം കാണിച്ചു തന്ന് അത് കഴിക്കാനായിട്ടുള്ള ബുദ്ധി നമുക്ക് തരും. അതുപോലെ പാകത്തിന് കഴിക്കാനും ആവശ്യത്തിന് കഴിക്കാനും ആവശ്യത്തിന് മാത്രം കഴിക്കുവാനുമുള്ള ബുദ്ധി നമുക്ക് പ്രാപിക്കണം. അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ രോഗിയായാൽ അത് നമ്മളാണ് ഉത്തരവാദി. അനാരോഗ്യകരമായ ഭക്ഷണം കഴിച്ച് രോഗിയാകുന്നതിന് നമ്മളാണ് ഉത്തരവാദി. രോഗബാധിതമായ കീടനാശിനി അടിച്ച ഭക്ഷണം കഴിച്ചാൽ രോഗിയാകും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ദുഷ്ടമനുഷ്യരിൽ ജീവിക്കുന്ന ഈ ലോകത്തിൽ
മനുഷ്യൻ ഭക്ഷണ സാധനങ്ങളിലെല്ലാം വിഷം കലർത്തുന്നവരാണ് പലരും. അപ്പോൾ നമ്മൾക്ക് വേണ്ട ജാഗ്രത നമ്മൾ പുലർത്തണം. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മൾ സൂക്ഷ്മതയോടെ ആഹാരം കഴിക്കണം, ആവശ്യത്തിന് കഴിക്കണം, ആവശ്യത്തിന് മാത്രം കഴിക്കണം. അമിത ഭക്ഷണം പാടില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഓരോ സമയവും പ്രാർത്ഥിക്കണം. എന്നിട്ട് വിശ്വസിക്കണം, ഈ ഭക്ഷണത്തെ ദൈവം അനുഗ്രഹിച്ചു, അത് എൻ്റെ ശരീരത്തിന് ആരോഗ്യമായി തീരും, എൻ്റെ രോഗത്തിന് സൗഖ്യം ഈ ഭക്ഷണമാണ്. അല്ലാതെ ഗുളികയോ കെമിക്കൽസ് അടങ്ങിയ ഗുളികയല്ല. ഗുളികയും ചിലപ്പോൾ ദൈവം ഉപയോഗിക്കും, പക്ഷേ അതല്ല നാച്ചുറലായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആരോഗ്യത്തിൻ്റെ വഴി അതല്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഭക്ഷണം ദൈവാനുഗ്രഹത്തോടെ ഭക്ഷിക്കുമ്പോൾ രോഗത്തിന് സൗഖ്യമായി വരുമെന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, ഗർഭമലസുന്നവളുണ്ടാകില്ല. ഗർഭമലസുന്നതും ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമല്ല, അതുണ്ടാകുകയില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സേവിച്ചാൽ അത് മാത്രമല്ല, മച്ചിയും ദേശത്തുണ്ടാകുകയില്ല. സന്താന ഭാഗ്യമില്ലാതിരിക്കുന്നതും ഒരു അനുഗ്രഹമല്ല, ദൈവവചനത്തിൽ കാണുന്നു. ദൈവം ആ അനുഗ്രഹവും നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നിൻ്റെ ആയുഷ്കാലം ദൈവം പൂർത്തിയാകും. ആയുസ്സെത്താതെ മരിക്കുന്നത്, അഥവാ ദൈവം ദീർഘായുസ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ദൈവം പ്രത്യേകമായി ഉദ്ദേശിച്ചിട്ടുള്ള, അഥവാ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്കൊഴികെ ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിൻ്റെ ആയുഷ്കാലം ദൈവം പൂർത്തിയാക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആരോഗ്യത്തോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ദൈവാനുഗ്രഹത്തോടെ ഭക്ഷണം കഴിക്കുകയും വെള്ളത്തെ അനുഗ്രഹിച്ച് കുടിക്കുകയും ചെയ്താൽ നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ അലക്ഷ്യമായിട്ട് കിട്ടുന്നതെല്ലാം വലിച്ച് കഴിച്ച്, നമ്മൾ അമിത ഭക്ഷണം കഴിച്ച്, അനാരോഗ്യമായ ഭക്ഷണം കഴിച്ച് നമ്മൾ രോഗിയായി നേരത്തെ മരിച്ചാൽ അതിനെ ദൈവമല്ല ഉത്തരവാദി. അത് അമിത ഭക്ഷണം പാപമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മാത്രമായിരിക്കും ഉത്തരവാദി. അപ്പം അതിൽ നിന്ന് ഭക്ഷണത്തിലൂടെയാണ് ദൈവം സൗഖ്യം നൽകുന്നത്. ഭക്ഷണത്തിലൂടെയാണ് ഏത് ബാധയും ഏത് രോഗത്തെയും ദൈവം സൗഖ്യമാക്കുമെന്നാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് 23:25-26.